ഒളിവിലിരിക്കുന്ന എംഎൽഎയും സംഘപരിവാറിന്റെ ഇഷ്ടക്കാരനായ എംപിയും വേട്ടക്കാരന്മാരെ സംരക്ഷിക്കാൻ നെട്ടോട്ടമോടുന്ന കൺവീനറും സമൂഹത്തെ ഭയന്ന് മാത്രം അതിജീവിതയ്ക്കൊപ്പമെന്ന് ഉരുവിടുന്ന നേതാക്കളും ഏറ്റവും സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ആകെയുള്ള ചിത്രം ഇതാണ്. തമ്മിലടി പുതിയ കാര്യമല്ലെങ്കിലും ഡിസിസി ഓഫീസിലെ കൂട്ടത്തല്ല ഈ തെരഞ്ഞെടുപ്പിലെ പുതിയ കാഴ്ചയായിരുന്നു. അതും സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി. ശേഷം അവർ സ്വയം വിളിച്ചു ഐക്യജനാധിപത്യ മുന്നണിയെന്ന്. 4 വോട്ടിനായി ഓടി അവസാനം തളർന്നു വീണത് ജമാഅത്തെ ഇസ്ലാമിയുടെ കാൽച്ചുവട്ടിൽ. ശേഷം അവർ സ്വയം വിളിച്ചു വർഗീയതയോട് സന്ധി ചെയ്യാത്തവരെന്ന്. സമാനതകളില്ലാത്ത ദുരിതം നേരിട്ട മനുഷ്യരെ പറ്റിക്കാവുന്നതിന്റെ അങ്ങേയറ്റം പറ്റിച്ച ശേഷം തെരഞ്ഞെടുപ്പിന്റെ തലേനാൾ വീടിനായുള്ള ഭൂമിക്ക് അഡ്വാൻസ് കൊടുത്തുവന്ന പുതിയ തട്ടിപ്പുമായി ഇറങ്ങിയിട്ടുണ്ടവർ. എന്നാൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ആ ജനത ദുരിത സമയത്ത് ചേർത്ത് നിർത്തിയവരുടെ കൈ പിടിച്ചിട്ടുണ്ട് ഇന്ന്. ക്ഷേമ പെൻഷൻ മുതൽ ലൈഫ് മിഷനെ വരെ ആക്ഷേപിച്ച് വയനാട്ടിലെ ദുരിതബാധിതരെയും പറ്റിച്ച ശേഷം അവർ സ്വയം വിളിച്ചു ജനസേവകരെന്ന്. എങ്ങനെയും അധികാരം പിടിക്കാനായി നാടിനെ പിന്നിൽ നിന്ന് കുത്തിയവർക്കുള്ള ജനങ്ങളുടെ മറുപടിയാണിനി. ജനാധിപത്യത്തിന്റെ ഏറ്റവും ശക്തിയേറിയ ആയുധം കൊണ്ട് നാടിനെ വഞ്ചിച്ചവർക്കുള്ള വിധിയെഴുത്ത്.